ഹായ്, ഞാൻ വിജിൻ. കുടംപുളിയിട്ട് വറ്റിച്ച ഒരു അടിപൊളി ചെമ്മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ ഫുഡ് ഹൗസിലേക്ക് സ്വാഗതം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ചട്ടിയിലാണ് ഇന്നത്തെ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു ചട്ടി എടുക്കുക, അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം ചെമ്മീനാണ് എടുത്തത്. അല്പം മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് എരിവിന് വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പില, കഴുകി വൃത്തിയാക്കി വെച്ച കുടംപുളി. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തത്. 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം. ഇതിലൽപ്പം ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ഗ്യാസ് ഓണാക്കാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റോടും കൂടിയ ഒരു കുടംപുളിയിട്ട് വറ്റിച്ചെടുത്ത മീൻ കറിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇപ്പം ഞാൻ ബാക്കി വന്ന ആ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ടോട്ടൽ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുടംപുളി ഇട്ട് വറ്റിച്ച ചെമ്മീൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അല്പം കൂടി ഒന്ന് വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു 3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ആ വെള്ളം ഒന്ന് വറ്റി വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പൊക്കെ പാകമാണ്. വളരെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക. ഇതേ ഇൻഗ്രീഡിയൻസും ഇതേ അളവും ഉപയോഗിച്ച് തന്നെ തയ്യാറാക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. കറിക്ക് നല്ല കൊഴുപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയം നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഏകദേശം ഒരു 4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് വന്ന ശേഷം 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കറികൾക്ക് വേണ്ടി വറവിടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്മെല്ല് അതൊരു ഒന്നൊന്നര സ്മെല്ല് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇത് നമ്മുടെ വറവിൽ റെഡിയായി. നേരെ നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ആ കറിയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലും എല്ലാം കൂടിയും ഒരു അടിപൊളി സ്മെല്ലാണ്. ഇപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ലും കിട്ടിയിട്ടുണ്ട്. ഇനി ആ സ്മെല്ല് പോവാതെ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. ഇനി ചൂടാറുന്നതിന് മുമ്പ് നല്ല ചൂട് ചോറിലേക്ക് ഇതുപോലെ നമ്മുടെ കുടംപുളിയിട്ട് വറ്റിച്ച ചെമ്മീൻ കറി ഒഴിച്ചു കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി സൈഡിലേക്ക് വെക്കുക. നമ്മുടെ ചെമ്മീൻ കറിയും ചോറുമായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ വാഴക്കൂപ്പരി അല്പം എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് 1 കഷ്ണം പപ്പടവും അതുപോലെ തന്നെ അതിലേക്കൊരു ചെമ്മീനും കൂടി വെച്ച് ഒരു ഉരുള അങ്ങോട്ട് കഴിച്ചാൽ നമ്മുടെ മനസ്സും നിറയും, അതുപോലെ തന്നെ നമ്മുടെ വയറും നിറയും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓപ്പൺ ആക്കി ഇടുക. അപ്പോൾ നാളെ കാണാം. അതുവരേക്കും ബൈ.